ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കാലിയായ തീപ്പെട്ടിക്കൂടും കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സും വെച്ചിട്ട് ഒരു കുട്ടി ക്രാഫ്റ്റാണ് ചെയ്യാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഞാൻ 2 മാച്ച് ബോക്സും 4 ഐസ്ക്രീം സ്റ്റിക്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാച്ച് ബോക്സിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതുപോലെ മറ്റേതിൻ്റെയും ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാനൊരു റെഡ് കളർ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ 4 സ്റ്റിക്കും സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ സ്ക്വയറിൻ്റെ 2 കോർണറിലായിട്ട് 2 മാച്ച് ബോക്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരു വേസ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം. അതിനായിട്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ വീതിയും 8 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ള ഒരു പീസ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യണം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. ഇനി ഒരു കത്രിക വെച്ചിട്ട് ഇതിനൊന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കണം. ഇതുപോലെ ചുരുണ്ട് കിടക്കണം, അതാണ് ഇതിൻ്റെ ഭംഗി. ഇനി ഇതിൻ്റെ കട്ട് ചെയ്യാത്ത എൻഡിൽ ഗമ്മ് തേച്ച് കൊടുക്കാം. ഇനി ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റുന്ന സമയത്ത് താഴോട്ടേക്ക് വേണം കറക്കി ചുറ്റിയെടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ പേപ്പർ ചുരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോഴേ ആ ഒരു ഇതളുകൾക്കൊരു ഭംഗി കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ പല കളേഴ്സിൽ ചെയ്തെടുക്കാം നമുക്ക്. വേസ് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം ലൈറ്റ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ ഞാൻ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും. ഇതിങ്ങനെ കറക്കുമ്പോൾ കറക്റ്റ് ഫ്ലവേഴ്സായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വേസിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 2ലേക്കും സെയിം കളർ ഫ്ലവേഴ്സ് തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള അത്ര കളേഴ്സ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. കളർഫുൾ ആകുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മൾ വോളിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വേസ് ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബോർഡറൊക്കെ കൊടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 2-3 ലെയറായിട്ട് സ്റ്റെപ്പായിട്ടൊക്കെ കുറച്ചുകൂടി സ്റ്റിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഫുൾ കഴിഞ്ഞു. ലാസ്റ്റ് ഇതിനെ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്. ആ ഒരു റെഡ് കോമ്പിനേഷനൊക്കെ വന്നപ്പം ഒന്നുകൂടി ലുക്കായിട്ടുണ്ട്. ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.